PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 10 മെയ് 2025 നടന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പരീക്ഷയും ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പരീക്ഷയുടെയും PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇത് കേരള ജനറൽ സർവീസിലേക്കും കേരള വാട്ടർ അതോറിറ്റിയിലേക്കും കൂടെ നടത്തിയ പരീക്ഷയാണ്. ഏകദേശം 3 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഇതിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ ആൻസർ കീ നമ്മൾ വായിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, PSC തന്ന പ്രൊവിഷണൽ ആൻസർ കീയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ബി ഇബ്രാഹിം ലോധി. 2. സ്റ്റാമ്പ് ആക്ട് ആൻഡ് ടൗൺഷെൻഡ് ആക്ട് വേർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ബി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി മൂന്നാമത്തെ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലൈമറ്റ് ടൈപ്പ് ഈസ് കോമൺ ടു സദേൺ കാലിഫോർണിയ, സെൻട്രൽ ചിലി ആൻഡ് സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക? ഡി ആണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്നുള്ളതാണ്. ഇനി 4: ബിലോ ആർ ദ ഹൊറൈസൺസ് ഓഫ് എ മെച്യൂർ സോയിൽ പ്രൊഫൈൽ. അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ സീക്വൻസ് ഫ്രം സർഫസ് ടു ബെഡ് റോക്ക്. ഒന്നാമത്തെ എ ഹൊറൈസൺ, രണ്ടാമത്തെ ഒ ഹൊറൈസൺ, 3 ബി ഹൊറൈസൺ, 4 ഇ ഹൊറൈസൺ. അപ്പോൾ ഇവിടെ 5 സി ഹൊറൈസൺ, 6 ആർ ഹൊറൈസൺ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 3, 1, 4, 2, 1, 4, 3, 5, 6 എന്നുള്ളത്. ഇനി അഞ്ചാമത്തെ: എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ? അത് എ ആണ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ്. പിന്നെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈക്വൽ ടു മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഈക്വൽ ടു NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നുള്ളതാണ്. ഇനി ആറാമത്തെ: എമംഗ് ദ ഫോളോയിങ് വിച്ച് വാസ് ദ സെൻട്രൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ 12th 5-year പ്ലാൻ? അത് ഡി ആണ്, ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. 7. ഹൂ സെർവ്ഡ് ആസ് ദ ചീഫ് ഗസ്റ്റ് അറ്റ് ദ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് ഇൻ ഇന്ത്യ ഇൻ 2025? അത് സി ആണ്, പ്രബോവോ സുബിയാൻറ്റോ. ഇനി 8. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇവിടെ 4 ഇത് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ആണ്, 1, 2, 3 ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഇനി 9. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഡിക്ലറേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇൻ ഇന്ത്യ. അതും 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതും കറക്റ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4ഉം കറക്റ്റാണ്. അപ്പോൾ ഡി ആണ് ആൻസർ. 10. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്? ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. 11. ദ ഫോളോയിങ് ആർ ദ ടൈറ്റിൽസ് ഓഫ് 4 ഫേമസ് നോവൽസ് റിട്ടൺ ബൈ MT വാസുദേവൻ നായർ വിത്ത് ദ നെയിംസ് ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ നോട്ടഡ് അഗെയിൻസ്റ്റ് ഈച്ച്. ഐഡൻറ്റിഫൈ ദ റോങ്ലി പെയർഡ് വൺ എമംഗ് ദീസ്. അപ്പോൾ ഇതിൽ സി ആണ്, 4 കെട്ട് കുഞ്ഞുണ്ണി എന്നുള്ളത് സി ആണ്. ഇനി 12. ഗുഗേഷ് ദൊമരാജു ബിക്കെയിം ദ 5 വേൾഡ് ചെസ് ചാമ്പ്യൻ ഇൻ 2024 ബൈ ഡിഫീറ്റിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലെയേഴ്സ്? ബി ആണ്, ഡിംഗ്ലിറൻ എന്നുള്ളത്. 13. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫങ്ഷൻസ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തത് സി ആണ്, പ്രൈമറി ഫങ്ഷൻ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് കോഡ് ഇൻ ടു മെഷീൻ കോഡ് എന്നുള്ളത്. 14. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ സെർച്ച് എഞ്ചിൻ? മോസില്ല ഫയർഫോക്സ്, സി ആണ്. 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് സാറ്റലൈറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ISRO ടു സപ്പോർട്ട് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് വെതർ ഫോർകാസ്റ്റിംഗ് സർവീസസ്? അത് GSAT-24, ബി ആണ്. 16. ഐഡൻറ്റിഫൈ ദ സിംഗുലാർ നൗൺ ഇൻ ദ ബിലോ സെൻറ്റൻസ്. ദ ചൈൽഡ് പ്ലേസ് ഇൻ ദ പാർക്ക് എവറി ഈവനിങ്. അതിലിവിടെ സിംഗുലാർ എന്ന് പറയുന്നത് ചൈൽഡാണ്, എ ആണ്. 17. ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഗൂസ്. അത് ഗീസ്, സി ആണ്. ഇനി 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓക്സിലറി വെർബ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ബി ആണ്, വിൽ. 19. ഐഡൻറ്റിഫൈ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇൻ ദ സെൻറ്റൻസ്. ബി ആണ്, ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ്. 20. വിച്ച് സെൻറ്റൻസ് കറക്റ്റ്ലി യൂസസ് എ പൊസസീവ് പ്രോനൗൺ? എ ദിസ് ബുക്ക് ഈസ് മൈൻ എന്നുള്ളതും ഹിയർ ഈസ് ഹേഴ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് എന്നുള്ളതും അതാണ് പൊസസീവ് നൗൺസ്. ഡി ആണ് ആൻസർ, എയും സിയും. 21. ഫൈൻഡ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സി ആണ്, അക്കോമഡേറ്റ് എന്നുള്ളത്. 22. ഐഡൻറ്റിഫൈ ദ കൗണ്ടബിൾ നൗൺ ഫ്രം ദ ലിസ്റ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൽ കൗണ്ടബിൾ ആയിട്ടുള്ളത് ചെയറാണ്, സി ആണ്. 23. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഹി സെഡ് ഐ ആം റീഡിങ് എ ബുക്ക്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ഹി സെഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക് എന്നുള്ളതാണ്, ബി ആണ് ഉത്തരം. ഇനി 24. സെലക്ട് ദ കറക്റ്റ് സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്.
അത് സി ആണ്. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ഇനി 25 ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ദ ഫയർമെൻ വേർ ഏബിൾ ടു പുട്ട് ഔട്ട് ദ ഫയർ ബിഫോർ ഇറ്റ് സ്പ്രെഡ്. കെടുത്തുക എന്നുള്ള അർത്ഥമാണ്. 26 വിച്ച് സെൻറ്റൻസ് കണ്ടെയ്ൻസ് ആൻ അഡ്ജക്റ്റീവ്. ഇവിടെ തന്നിരിക്കൽ ബി ആണ്. ദ ടോൾ ബിൽഡിംഗ് ഈസ് വിസിബിൾ ഫ്രം ഹിയർ എന്നുള്ളത്. 27 ഐഡൻറ്റിഫൈ ദ ഇറഗുലർ വേർബ് ഫ്രം ദ ഓപ്ഷൻസ്. ബി ആണ് ബൈ. 28 ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് യൂസിങ് എ പ്രിപ്പോസിഷൻ. സി ആണ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഫ്രഞ്ച് എന്നുള്ളത്. ഇനി 29 ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് എ കറക്റ്റ്ലി യൂസ്ഡ് ഇഡിയം. എ ആണ്. ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. 30 ചൂസ് ദ കറക്റ്റ്ലി ജംബിൾഡ് സെൻറ്റൻസ്. ബി ആണ്. ഇൻ ദ പാർക്ക് ഐ ഓൾവേസ് വാക്ക് ഇൻ ദ ഈവനിങ് എന്നുള്ളത്. 31 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ അബൌട്ട് എ ജേർണൽ. ഇവിടെ തന്നിരിക്കുന്ന 3 സെൻറ്റൻസിൽ ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ആണ് ആൻസർ. ഇനി 32 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആസ് സാമ്പിൾസ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ. 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നതിൽ രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 33 വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രയൽ ബാലൻസ്. അത് തന്നേക്കണതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് ഡി ആണ്. ഇനി 34 വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് റിഗാർഡ്സ് എ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് എ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അത് ബി ആണ് ആൻസർ. ഇനി 35 ദ സ്റ്റോക്ക് ഓഫ് അൺഇൻഷുർഡ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഈസ്. ഡി ആണ്. ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 36 the prepaid insurance at the beginning of an accounting year will be adjusted in the books by B. Debiting insurance account and crediting prepaid insurance account എന്നുള്ളത്. ഇനി 37 which among the following is not a cause of depreciation. C ആണ്. മാർക്കറ്റ് ട്രെൻഡ്. 38 choose the correct statement from the following. A ആണ്. provisions are charged against profit generally created for meeting a specific liability in future. 39 which of the following statements about secret reserves is correct. A ആണ്. secret reserves are considered unethical as they conceal the true financial position of a company എന്നുള്ളത്. 40 choose the most appropriate statement from the following. endorsement is. D ആണ്. the process of signing on the back of a negotiable instrument for negotiation. 41 which among the following is not a characteristic feature of a bill of exchange. ബി ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് എന്നുള്ളത്. ഇനി 42 ആൻ അഡീഷണൽ പീസ് ഓഫ് പേപ്പർ അറ്റാച്ച് ടു എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ടു പ്രൊവൈഡ് സ്പേസ് ഫോർ എൻഡോഴ്സ്മെൻറ്റ്സ് വെൻ ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഹാസ് ഇൻസഫിഷ്യൻറ്റ് സ്പേസസ്. ബി ആണ്. അലോ. 43 ദ എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊക്യൂറിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫ്യൂവൽ ടു പവർ എ വെസൽസ് എൻജിൻസ് ഡ്യൂറിംഗ് മെരിടൈം ഓപ്പറേഷൻസ് ഈസ്. സി ആണ്. ബങ്കർ കോസ്റ്റ്. 44 ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റഡ് ടു വോയേജ് അക്കൗണ്ട്സ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് കറക്റ്റ്. അപ്പോൾ ഡി ആണ് ആൻസർ. ഇനി 45 ഇഫ് എ വോയേജ് ഈസ് ഇൻകംപ്ലീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ how should the freight related to the incomplete voyage be treated. B ആണ്. debited to voyage account and credited to voyage in progress account എന്നുള്ളത്. ഇനി 46 in a self-balancing ledger system the total of the purchases ledger adjustment account should match with the total of which ledger. C ആണ്. purchase ledger. 47 why are self-balancing ledgers useful in large organizations. B ആണ്. they make it easier to detect errors and fraud. 48 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ errors in a self-balancing ledger can be identified quickly. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് ലെഡ്ജർ മേക്കിംഗ് എറർ ഡിറ്റക്ഷൻ ഈസിയർ. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ്, രണ്ടും കറക്റ്റാണ്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 49 മാച്ച് ട്രാൻസാക്ഷൻസ് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേന് ബി, രണ്ടാമത്തേന് സി, മൂന്നാമത്തെ ഡി, നാലാമത്തെ എ, അതായത് ബി ആണ് ആൻസർ. ഇനി 50 അത് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ 2 സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 51 വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സി ആണ്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റെക്കോർഡ്സ് ക്യാഷ് ട്രാൻസാക്ഷൻസ് വൈൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് അക്രൽ ട്രാൻസാക്ഷൻസ്. ഇനി 52 ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ്. ഡി ആണ്. ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ്. 53 ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ്
rupees 200 and the total cost per unit is rupees 160, then what is the profit percentage on cost? Calculate ചെയ്യുമ്പോൾ B ആണ് 25%. 54. Which of the following statement is correct? B ആണ് factory cost is also known as cost of goods manufactured. 55. ഇനി പ്രോബ്ലംസ് ആണ്. If a worker under the Rowan plan saves 4 hours on a job which was allowed 10 hours and the hourly wage rate is rupees 60, then what will be the worker's total earnings? B ആണ് rupees 720 എന്നുള്ളത്. ഇനി 56ാമത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ 100%. വാട്ട് ഈസ് ദ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്നുള്ളത് 100% B ആണ്. 57 വാട്ട് ഈസ് ദ റിറ്റൻഷൻ മണി എന്നുള്ളത് rupees 1,87,500 എന്നുള്ളത് B ആണ്. ഇനി 58 വിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് ഹൗ ദേ വേർ ഫിനാൻസ്ഡ്? A ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി 59 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? C ആണ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് എന്നുള്ളത്. ഇനി 60 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? D ആണ് ഇറ്റ് അലൗസ് ഈസി കമ്പാരിസൺ ഓഫ് ഫൈനാൻഷ്യൽ പെർഫോമൻസ്. 61 വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 9, 12, 15 ലീവ്സ് റിമൈൻഡർ ആസ് 1 ഇൻ ഈച്ച് കേസ്? അത് D ആണ് 361 എന്നുള്ളത്. 62 ഫൈൻഡ് ദ സം ഓഫ് ദ, ഇനിയുള്ളതൊക്കെ മാത്സ് ആണ്. 61 തൊട്ട് ഫൈൻഡ് ദ സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 3240. A ആണ് 10,890 എന്നുള്ളത്. 63 നമ്പർ ഓഫ് സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ, അതായത് പോളിനോമിയൽ ഗ്രാഫ് y ആക്സിസും ഇൻ്റർസെക്റ്റ് ചെയ്യണത് അറ്റ് 1 പോയിന്റ് ആൻഡ് ദ എക്സ് ആക്സിസ് അറ്റ് 2 പോയിന്റ്സ് എന്നുള്ളത് B ആണ് 2 ആണ് ആൻസർ. 64 ഇഫ് ദ സം ഓഫ് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 3x² - kx + 6 ഈസ് 3, ദെൻ ദ വാല്യൂ ഓഫ് k ഈസ് D ആണ് 9. 65 ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - x - 1 = 0, then the equation whose roots are alpha by beta and beta by alpha is D ആണ് x² + 3x + 1 = 0 എന്നുള്ളത്. 66 the nature of the roots of quadratic equation x + 12 into x + 6 = 4² satisfying the following? B ആണ് both roots are negative and rational എന്നുള്ളത്. 67 when the equation is multiplied or divided by same non-zero number on both sides the solution of the equation A ആണ് remains the same എന്നുള്ളത്. ഇനി 68ാമത്തെ പ്രോബ്ലത്തിന് 9 ചെയേഴ്സിൻ്റെ കോസ്റ്റ് വരിക A ആണ് 9,000. ഇനി 69 2 × 3 × 7 പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ പെർട്ടിക്കുലർ നമ്പർ. അപ്പോൾ ആ നമ്പറിൻ്റെ സ്ക്വയർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ 1764 C ആണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് 90 ബൈ തന്നേക്കണേ റൂട്ട് ഓഫ് 64 ബൈ 729 ക്യൂബ് റൂട്ട് ഓഫ് നെഗറ്റീവ് ക്യൂബ് റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ C ആണ് 60. ഇനി 71ാമത്തെ സമ്മ് തന്നിട്ടുണ്ട് 40 നമ്പേഴ്സിൻ്റെ 1030, 12ൻ്റെ 57, ദെൻ S30 - S10 = B ആണ് 515 എന്നുള്ളത്. ഇനി 72ാമത്തെ പ്രോബ്ലത്തിന് നമ്പർ ഓഫ് ടേംസ് 5 ആണ്. ഇനി 73ാമത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് B ആണ് 5%. ഇനി 74 വാട്ട് പ്രൈസ് ഷുഡ് ദ ആർട്ടിക്കിൾ ബി സോൾഡ് ടു മേക്ക് 25% പ്രോഫിറ്റ്? അപ്പോൾ 25% പ്രോഫിറ്റ് കിട്ടാൻ 2000 rupeesന് അത് വിൽക്കണം എന്നുള്ളതാണ്. A ആണ്. ഇനി 75 U is to V = 4:7 and V is to W = 9:7, then U = 72, then what is the value of W? അത് A ആണ് 98. ഇനി 76ാമത്തെ പ്രോബ്ലത്തിന് രാഹുൽസ് പ്രസൻറ്റ് ഏജ് 18 years C ആണ്. ഇനി 77 എൻ്റെ ആൻസർ 10% ആണ് സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ഫസ്റ്റ് വരുന്നത്. 78 ഒറിജിനൽ നമ്പർ 800 B ആണ്. 79 പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 12,500 D ആണ്. ഇനി 80ാമത്തെ എമൗണ്ട് ബോറോഡ് 7,000 A ആണ്. 81 D 5 ആണ് ആൻസർ. 82 A - B = 5 എന്നുള്ളതാണ്. 83 125 ആണ് Nൻ്റെ വാല്യൂ. 84 20 B ആണ് ആൻസർ. 85 D ആണ് x + y = -2. 86 C ആണ് y = 0 x = 0 എന്നുള്ളത്. 87 C ആണ് 60 ഡിഗ്രി. 88 B ആണ് -5. 89 D ആണ്
90 4:1 സി ആണ് ആൻസർ. 91 എ ആണ് 814 എന്നുള്ളത്. 92 ബി ആണ് 88 സ്ക്വയർ സെൻറ്റിമീറ്റർ. 93 എ 15 ആണ്. 94 53 ആൻഡ് 1/3 ആണ്. 95 ബി 3 ആണ്. 96 100%. 97 എ 1 ആണ്. 98 എ 4π/3 ആണ്. 99 3:1. 100 6 ആൻഡ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിവിഷൻ അക്കൗണ്ടിൻ്റെ ആൻസർ PSC വന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.